നമ്മൾക്ക് ഫ്രീ മെഡിക്കൽ ചെക്കപ്പുകൾ ലഭ്യമാണോ? ഫ്രീ ഹെൽത്ത് ചെക്കപ്പുകൾ കൊടുക്കുന്ന പോളിസി ഇഷ്ടംമാരെ ഇന്ന് ഇന്ത്യയിൽ അവൈലബിൾ ആണ്. അതിപ്പം ചില കമ്പനികൾ പറയുന്നത് നിങ്ങൾക്ക് ക്ലെയിം ഇല്ലെങ്കിൽ ഞങ്ങളൊരു മെഡിക്കൽ ചെക്കപ്പ് ഫ്രീ ആയിട്ട് തരാം. ചില കമ്പനികൾ പറയുന്നത് നിങ്ങൾ ക്ലെയിം ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഞങ്ങൾ മെഡിക്കൽ ചെക്കപ്പ് തരാം. ചില കമ്പനികൾ അത് റൈഡറായിട്ടാണ്, നമ്മൾ അഡീഷണൽ പേയ്മെൻറ്റ് കൊടുത്താണ് നമ്മൾ ഫ്രീ ഹെൽത്ത് ചെക്കപ്പ് നമ്മൾ ഓപ്റ്റ് ചെയ്യുന്നത്. ചില കമ്പനികൾ ഇത് ഇൻബിൽറ്റ് ആണ്, നിങ്ങൾ പോളിസി എടുത്താൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് മെഡിക്കൽ ചെക്കപ്പ് ഉണ്ടെന്ന് പറയുന്നത്. അപ്പം ഇൻബിൽറ്റ് ആയിട്ടുള്ള, അതായത് നമ്മൾ അഡീഷണൽ പ്രീമിയം കൊടുക്കാതെ എടുക്കുന്ന പോളിസികളാണ് ഏറ്റവും നല്ലത്. ചില കമ്പനികളുണ്ട്, നമുക്കൊരു 10,000 രൂപയുടെ ഹെൽത്ത് ചെക്കപ്പ് തരുന്ന കമ്പനികളുണ്ട്. അതായത് നമ്മൾ പോളിസി എടുത്തതിൻ്റെ പിറ്റേ ദിവസം പോയിട്ട് വേണം നമുക്ക് പോയി ചെക്കപ്പ് ചെയ്യാം. 10,000 രൂപയുടെ ചെക്കപ്പ്, 10,000 രൂപ ഹെൽത്ത് ചെക്കപ്പ് ചെയ്യാം. അത് അത്രയേ ഉള്ളൂ, റീഇംബേഴ്സ്മെൻ്റ് ആയിരിക്കും. 10,000 രൂപയുടെ ചെക്കപ്പ് ചെയ്താൽ ആ ബില്ല് കൊടുത്താൽ അവർ 10,000 നമ്മുടെ അക്കൗണ്ടിൽ തരും. അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത്, നമുക്ക് 25,000 രൂപ പ്രീമിയം അടയ്ക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ 10,000 രൂപ തിരിച്ച് കിട്ടുവാണെങ്കിൽ ശരിക്കും ഇൻഎഫക്റ്റ് അവർ അടയ്ക്കുന്ന പ്രീമിയം 15,000 രൂപയേ ഉള്ളൂ. അപ്പോൾ ഹെൽത്ത് ചെക്കപ്പുകളുള്ള പോളിസികൾ ഏറ്റവും നല്ല പോളിസികളാണ്. ഉള്ള പോളിസി ഇൻബിൽറ്റ് ആണെങ്കിൽ നമുക്ക് എടുക്കുന്നതിന് യാതൊരു തടസ്സവും ഇല്ല. അത് എടുക്കണം തന്നെ നിർബന്ധമായിട്ട് പറയുന്നുണ്ട്. പക്ഷേ റൈഡറായിട്ടാണ് നമ്മളത്, അതായത് അഡീഷണൽ പേയ്മെൻറ്റ് അടച്ചതാണ് നമ്മൾ എടുക്കുന്ന ഈ പറയുന്ന ഹെൽത്ത് ചെക്കപ്പ് എടുക്കുന്നെങ്കിൽ രണ്ട് പ്രാവശ്യം ഒന്ന് ആലോചിച്ച് തന്നെ എടുക്കണം. കാരണം നമ്മൾ അടയ്ക്കുന്ന പ്രീമിയം, ഫോർ എക്സാമ്പിൾ അഡീഷണൽ അടയ്ക്കുന്ന ഒരു 3,000 രൂപ എന്ന് വിചാരിക്കുക. ആ 3,000 രൂപയ്ക്ക് വെർത്താണോ നമുക്ക് ചെക്കപ്പ് ചെയ്യാൻ തരുന്ന ഒരു എന്താ പറയുക കാറ്റഗറീസ് ഓഫ് ടെസ്റ്റുകളുണ്ടല്ലോ, അതെല്ലാം ഈ 3,000 രൂപയ്ക്കകത്ത് ഒതുങ്ങുന്നതാണെങ്കിൽ നമുക്ക് എടുക്കാം. അല്ല, ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഞാനൊരു കമ്പനിയുടെ ഞാൻ കണ്ടു, അവരുടെ ടെസ്റ്റിൻ്റെ റിസൾട്ട് നോക്കിയപ്പോൾ അവർ കൊടുത്തേക്കുന്ന ഒരു പാറ്റേൺ നോക്കിയപ്പോൾ അത് ആ ടെസ്റ്റുകളെല്ലാം ചെന്ന് വെളിയിൽ ചെയ്തൊരു 800 രൂപയാവുള്ളൂ. 800 രൂപയാവും. പക്ഷേ നമ്മൾ അടയ്ക്കേണ്ട പ്രീമിയം 3,000 രൂപയാണ്. അതായത് അഡീഷണൽ റൈഡർ അടയ്ക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പോളിസികൾ വെറുത്തല്ല. പക്ഷേ ഇൻബിൽറ്റ് ആയിട്ട് ഹെൽത്ത് ചെക്കപ്പ് കൊടുക്കുന്ന പോളിസികൾ ഡെഫിനറ്റ്ലി എടുക്കണം തന്നെയാണ് എൻ്റെ അഭിപ്രായം. പ്രസവ ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന പോളിസികൾ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ചൊന്ന് വിശദമായിട്ട് സംസാരിക്കാമോ? പ്രസവ ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന പോളിസികൾ ഇന്ന് ഇന്ത്യയിൽ ഒരുപാട് കമ്പനികൾ പോളിസി ആയിട്ടുണ്ട്. മെറ്റേണിറ്റി കവർ എന്ന് പറയും. ചില പോളിസികൾ അത് ഇൻബിൽറ്റ് ആയിട്ട് മെറ്റേണിറ്റി കവർ വരുന്ന പോളിസികളുണ്ട്. അല്ലെങ്കിൽ മെറ്റേണിറ്റി കവറോട് ആഡ് ചെയ്ത് നമ്മൾ എടുക്കുന്ന പോളിസികളുണ്ട്. പക്ഷേ ഈ യങ്സ്റ്റേഴ്സായിട്ടുള്ള ആൾക്കാർ നിർബന്ധമായിട്ടും ഈ മെറ്റേണിറ്റി കവർ പോളിസി എടുക്കണമെന്ന് ഞാൻ നിർബന്ധം പറയാറുണ്ട്. കാരണം ഇപ്പം നമുക്കറിയാം, നമ്മളൊരു നോർമൽ ഡെലിവറി ആണെങ്കിൽ തന്നെ ഒരു 40,000 to 60,000 റുപ്പീസാണ് നോർമൽ ഡെലിവറിക്ക് ചാർജ് ചെയ്യുന്നത്. അതിപ്പോൾ സിസേറിനാണെങ്കിൽ 1 തൊട്ട് 1.5 ലക്ഷം രൂപ വരെ ചാർജ് ചെയ്യുന്നുണ്ട് പല ഹോസ്പിറ്റലുകളിൽ. അതിന് ശേഷം കുട്ടി ഉണ്ടായിക്കഴിഞ്ഞ് കുട്ടിക്ക് മഞ്ഞ കളർ കൂടി ഇതാണെന്ന് പറഞ്ഞ് കുട്ടിയെ വേറൊരു സ്ഥലത്തോട്ട് കൊണ്ടുപോകുന്നു, അവിടെ അവർ ചാർജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എങ്ങനെ പോയാലും ഒരു ആവറേജ് ബില്ല് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു 1.5 ലക്ഷം 2 ലക്ഷം രൂപ ഒരു പ്രസവം കഴിഞ്ഞിറങ്ങുന്ന ഒരു കുടുംബത്തിന് വരുന്നുണ്ട്. പക്ഷേ ഒരു നോർമൽ ഡെലിവറിയുടെ പൈസ പോലും ആകുന്നില്ല 3 വർഷത്തേക്ക് പോളിസി എടുക്കാൻ, അതായത് പ്രീമിയം അടയ്ക്കാൻ പോലും അത്രയും പോലും ആവുന്നില്ല. അപ്പോൾ 3 വർഷത്തെ പോളിസി ഒരുമിച്ച് എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 3 വർഷത്തെ പ്രീമിയം ഒരുമിച്ചെടുത്താൽ പല മെറ്റേണിറ്റി പോളിസികളും കൊടുക്കുന്നുണ്ട് ഇന്ന് ഇന്ത്യയിൽ. അത് ഞാൻ പറഞ്ഞല്ലോ, നോർമൽ ഡെലിവറി ക്യാഷ് പോലും ആവുന്നില്ല ആ പ്രീമിയം അടയ്ക്കാൻ. അപ്പോൾ മെറ്റേണിറ്റിക്ക് മാത്രമല്ല തരുന്നത്, മെറ്റേണിറ്റിക്ക് കിട്ടും, അതല്ല അസുഖങ്ങൾ വരുമോ ആക്സിഡൻറ്റ് വരുമോ അതിനെല്ലാം കവർ ചെയ്യും. മെറ്റേണിറ്റി അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. മെറ്റേണിറ്റിയും കവർ ചെയ്യും, കൂടാതെ ആക്ച്വലി ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ആയിട്ട് അത് പ്രവർത്തിക്കുകയും ചെയ്യും. അപ്പോൾ അപ്പനും അമ്മയ്ക്കും എന്തിനാണ് ഈ ഉണ്ടാവുന്ന കുഞ്ഞിന് Day 1 തൊട്ട് അത് കവർ ചെയ്യുകയും ചെയ്യും. Day 1 തൊട്ട് കവർ ചെയ്യും. കാരണം Day 1 തൊട്ട് കവർ ചെയ്യുമെന്ന് പറയാൻ കാരണം, ചില പോളിസികളിൽ ഒരു കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ 90 ദിവസം കഴിയട്ടെ കവർ ചെയ്യത്തുള്ളൂ. പക്ഷേ മെറ്റേണിറ്റി കൂടെ ഉള്ള പോളിസി നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ Day 1 തൊട്ട് കൊച്ചുണ്ടായിക്കഴിഞ്ഞാൽ Day 1 തൊട്ട് നമുക്ക് കവർ ചെയ്യുകയും ചെയ്യുന്ന പോളിസികളാണ് മെറ്റേണിറ്റി പോളിസി. അതിൻ്റെ അതിൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറഞ്ഞ പോലെ വെയിറ്റിംഗ് പീരീഡ് ചോദിക്കാറുണ്ട് പലരും, എത്ര നാൾ കഴിഞ്ഞിട്ട് കിട്ടുന്നത്. ഡെഫിനറ്റ്ലി അതൊരു 12 മാസം 9 മാസം കഴിഞ്ഞ് കിട്ടുന്ന പോളിസികളുണ്ട്, 12 മാസം കഴിഞ്ഞ് കിട്ടുന്ന പോളിസികളുണ്ട്. അപ്പോൾ അല്ലാതെ ഇന്നെടുത്തിട്ട് അല്ലെങ്കിൽ അല്ലെങ്കിൽ കൺസീവ് ചെയ്ത ഒരാൾക്ക് കൂടി വന്നൊരു പോളിസി എടുത്താൽ കിട്ടത്തില്ല. അപ്പോൾ 9 മാസം അല്ലെങ്കിൽ 12 മാസം കഴിഞ്ഞ് ഡെലിവേർഡ് ആയി കഴിഞ്ഞാൽ അത് കൺസീവ് ആവാൻ കുഴപ്പമില്ല. ഡെലിവറി നടക്കേണ്ടത് 9 അല്ലെങ്കിൽ 12 മാസം കഴിഞ്ഞ് ഡെലിവറി ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന അമ്മയ്ക്കും കൊച്ചിനുമുള്ള മെറ്റേണിറ്റി കവർ കിട്ടും. കൂടാതെ അതിനകത്ത് ഹെൽത്ത് ഇൻഷുറൻസും കൂടെ ഇൻക്ലൂഡ് ആയിരിക്കും. അതുകൊണ്ട് നല്ലൊരു പോളിസിയാണ് മെറ്റേണിറ്റി പോളിസി എന്ന് പറയുന്നത്. കുഞ്ഞിനെയും Day 1 തൊട്ട് കവർ ചെയ്യിക്കുന്ന പോളിസിയാണ്. അത് നിർബന്ധമായിട്ടും എടുക്കണം. അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ, ഈ പറയുന്ന യങ്സ്റ്റേഴ്സായിട്ടുള്ള ആൾക്കാർക്ക് ഇത് ഡെഫിനറ്റ്ലി പറഞ്ഞു കൊടുക്കണം ഇങ്ങനൊരു പോളിസി ഉണ്ടെന്നുള്ളത്. അപ്പം അത് ശരിക്കും പറഞ്ഞാൽ കുടുംബത്തിനും ഒരു ബാധ്യത കുറവാണ്. കാര്യം എന്താണേലും ഒരു കുടുംബമായിരിക്കണം ആ ചിലവുകൾ മുഴുവൻ ഏറ്റെടുക്കേണ്ടത്. അപ്പോൾ ആ ചിലവ് നമുക്ക് നന്നായിട്ട് കുറയ്ക്കാൻ പറ്റും. വളരെ നിസ്സാര പ്രീമിയം ഉള്ളൂ ഈ മെറ്റേണിറ്റി പോളിസിക്കേ ഉള്ളൂ. നമ്മുടെ പ്രീമിയം EMI ആയി അല്ലെങ്കിൽ തവണകളായി അടയ്ക്കാനുള്ള എന്തെങ്കിലും വ്യവസ്ഥകളുണ്ടോ എന്ന് പറയാമോ? EMI ഓപ്ഷൻസ് ഉണ്ട്. ഇന്ന് എല്ലാ കമ്പനികളും EMI ഓപ്ഷൻസ് കൊടുക്കുന്നുണ്ട്. അതൊരു കമ്പനി അല്ല കൊടുക്കുന്നത്, കമ്പനിയുടെ തേർഡ് പാർട്ടി ആയിരിക്കും കൊടുക്കുന്നത്. ഇപ്പം
ഒരു പെർട്ടിക്കുലർ കമ്പനിക്ക് നേരെ EMI കൊടുക്കാൻ പറ്റില്ല. ഒരു കമ്പനി വേറൊരു തേർഡ് പാർട്ടി ആയിട്ട് ടൈപ്പ് ആയിട്ടാണ് അവർ EMI സ്കീം കൊടുക്കുന്നത്. ഡെഫിനറ്റ്ലി EMI സ്കീം വലിയ ഇൻട്രസ്റ്റ് റേറ്റ് ഒന്നുമില്ല. എനിക്ക് തോന്നുന്നത് ഒരു 1.5% ആയിരിക്കും മാക്സിമം ഇൻട്രസ്റ്റ് വരുന്നത്. വലിയൊരു ഇൻട്രസ്റ്റും അല്ല. അപ്പോൾ പൈസ ഒരുമിച്ച് കൊടുക്കാൻ അല്ലെങ്കിൽ എടുക്കാൻ പറ്റാത്തവർക്ക് എപ്പോഴും EMI സ്കീം നല്ലത് തന്നെയാണ്. അപ്പോൾ 12 മാസത്തെ പോളിസിയാണെങ്കിൽ ചില കമ്പനികൾ അതൊരു 3 മാസം അല്ലെങ്കിൽ 4 മാസം വരെ 4 തവണകളായിട്ട് അടയ്ക്കാം, ചിലത് 6 തവണകളായിട്ട് അടയ്ക്കാം, ചിലത് 8 തവണകളായിട്ട് അടയ്ക്കാം. അങ്ങനെ തവണകളായിട്ട് അടയ്ക്കാൻ പറ്റുന്ന പോളിസികൾ ഇന്നുണ്ട്, EMI സ്കീമുണ്ട്. അതിനകത്ത് തന്നെ പലരും ചോദിക്കുന്നത്, ഞാൻ 2 EMI അടച്ചു, മൂന്നാമത്തോടെ ഞാൻ അടച്ചില്ല എങ്കിൽ എനിക്കൊരു ക്ലെയിം എന്തായെന്ന് ചെയ്യുന്നത്. ഡെഫിനറ്റ്ലി അത് ക്ലെയിം റിജക്റ്റ് ആയി പോകും, അതിനകത്ത് യാതൊരു സംശയവും വേണ്ട. അപ്പോൾ നമ്മളത് നിർബന്ധമായിട്ടും EMI എടുക്കുകയാണെങ്കിൽ വീഴ്ച കൂടാതെ ആ പ്രീമിയം എത്രയാണോ അത് അടച്ചടച്ച് പോവുക എന്ന് മാത്രമേ ഇതിനകത്ത് ഓപ്ഷനുള്ളൂ. നല്ലൊരു ഓപ്ഷനാണ്. പൈസ ഇല്ലാത്ത അല്ലെങ്കിൽ പൈസ പെട്ടെന്ന് റോൾ ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്ക് EMI ഓപ്ഷന് പോകാവുന്നതാണ്. ഒരുമിച്ച് എത്ര വർഷത്തെ പ്രീമിയം അടയ്ക്കാൻ പറ്റും? അതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാമോ? നമുക്ക് ഇപ്പോൾ ഈ പ്രീമിയം പേ ചെയ്യുന്ന ടെന്യൂർ എന്ന് പറയുന്നത് നോർമലി 1 ഇയർ ആണ്. 1 ഇയർ അടയ്ക്കാം, 2 ഇയർ അടയ്ക്കാം, 3 ഇയർ അടയ്ക്കാം, 4 ഇയർ അടയ്ക്കാം, 5 ഇയർ അടയ്ക്കാം ഒരുമിച്ച്. അപ്പം എന്തിനാണ് അല്ലെങ്കിൽ എപ്പോഴാണ് അങ്ങനെ അടയ്ക്കേണ്ടതെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് നോർമലി ഏജ് ബാൻഡ് മാറുമ്പോൾ, അതായത് ഇപ്പം 60 വയസ്സിൽ നിന്നുള്ള 61 വയസ്സിലോട്ട് മാറുമ്പോൾ എന്താണൊരു പ്രീമിയം വ്യത്യാസമുണ്ട്. അതായത് ഇപ്പോൾ 56 മുതൽ 60 വയസ്സ് വരെ സെയിം പ്രീമിയമാണ്, 61 നിന്ന് മാറും. അല്ലെങ്കിൽ 36 വയസ്സ് തൊട്ട് 40 വയസ്സ് വരെ പ്രീമിയം 41 മാറും. അപ്പം മാറുന്ന ആ വർഷം എപ്പോഴും നമ്മൾ 3 അല്ലെങ്കിൽ 5 ഇയർ പ്രീമിയം എടുക്കുന്നതാണ് നല്ലത്. കാരണം നമ്മളിപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ 60 വയസ്സുള്ള ഒരു ആൾക്ക് പ്രീമിയം 18,000 രൂപയാണെങ്കിൽ 61 ആകുമ്പോൾ അത് 22,000, 10,000 രൂപ കൂടുകയാണ്. പക്ഷേ നമ്മൾ ആ 60-ാം വയസ്സിൽ 3 വർഷത്തെയോ 5 വർഷത്തെയോ പ്രീമിയം ഒരുമിച്ചെടുത്താൽ ഈ 18,000 തന്നെ 5 വർഷത്തേക്ക് അടച്ചാൽ മതി. ഒരുമിച്ച് നമ്മൾ അടയ്ക്കുന്നത്, പക്ഷേ അടയ്ക്കുന്നത് നമുക്ക് ഒരുമിച്ചായിരിക്കും. പക്ഷേ അതിലൊക്കെ അതൊരു ലാഭമാണ്, നമുക്ക് കിട്ടുന്ന വലിയൊരു ലാഭമാണത്. അല്ലെങ്കിൽ ഈ 18,000 അടയ്ക്കണം, അടുത്ത വർഷം 28 അടയ്ക്കണം, അങ്ങനെ 4 വർഷം വീണ്ടും 28 അടയ്ക്കണം. അപ്പോൾ 28 ഗുണം 4 പ്ലസ് ഈ 18,000 രൂപ അടയ്ക്കണം 5 വർഷം കൊണ്ട്. പക്ഷേ നമ്മൾ 5 വർഷത്തെ പ്രീമിയം ഒരുമിച്ചെടുക്കുമ്പോൾ ഈ 18 ഗുണം 5 വർഷം നോക്കിയാൽ മതി, അത്രയും പ്രീമിയം ആവുന്നുള്ളൂ. രണ്ടാമത് ഇതിനകത്ത് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ചില കമ്പനികൾ കൊണ്ടുവരുന്ന സ്കീം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പം ലെറ്റ്സ് 10 ലക്ഷം രൂപയുടെ കവറേജ് ആണ് എടുത്തേക്കുന്നത്. ഞാൻ 5 വർഷത്തെ പോളിസി ഒരുമിച്ചെടുക്കുന്നു, പ്രീമിയം ഒരുമിച്ച് അടച്ചു. അപ്പോൾ 5 വർഷം ഇവരെനിക്ക് 10 ലക്ഷം രൂപ വെച്ച് തരണം. അപ്പോൾ 5 വർഷം കൊണ്ട് എനിക്ക് 50 ലക്ഷം രൂപയുടെ കവറേജ് ആണ് തരേണ്ടത്. 5 വർഷം കൊണ്ട് തരേണ്ട 50 ലക്ഷം രൂപ കവറേജാണ്. പക്ഷേ ഒരു പ്രാവശ്യം ലൈഫിൽ ഒരു പ്രാവശ്യം എനിക്ക് ഈ 5 വർഷത്തെ ഒരുമിച്ച് അടച്ചത് കൊണ്ട് 50 ലക്ഷം രൂപയുടെ ഒറ്റയടി ക്ലെയിം ചെയ്യാം. അതായത് ഞാൻ ഇന്ന് പോളിസി എടുക്കുന്നു, എനിക്ക് 10 ലക്ഷം രൂപയുടെ കവറേജാണുള്ളത്, ഞാൻ 5 വർഷത്തെ എടുത്തു. പക്ഷേ ഞാൻ ഈ 5 വർഷത്തെ എനിക്ക് 50 ലക്ഷം രൂപയുടെ അവിടെ കിടപ്പുണ്ട്. പക്ഷേ എനിക്ക് 2-ാം മാസം എനിക്കൊരു 28 ലക്ഷം രൂപയുടെ ഒരു ആവശ്യം വന്നു. എനിക്ക് സ്ട്രെയിറ്റ് അവേ 28 ലക്ഷം രൂപ, കാര്യം ഞാൻ 50 ലക്ഷം രൂപയുടെ പ്രീമിയം ഞാൻ ഒറ്റയ്ക്ക് അടച്ചിട്ടുള്ളത് കൊണ്ട്. അങ്ങനെയുള്ള സ്കീമുകൾ ഇന്ന് ഇന്ത്യയിൽ നിലവിലുണ്ട്. അപ്പം ഒരാൾക്ക് പറയുകയാണെങ്കിൽ എനിക്കിപ്പോൾ എനിക്ക് കവറേജ് താല്പര്യമുണ്ട് കൂടുതൽ, പക്ഷേ എനിക്ക് അത്രയും എന്താ പറയുക, ഒരു 50 ലക്ഷം രൂപയുടെ കവറേജ് എടുക്കാനുള്ള പ്രീമിയം എൻ്റെ കയ്യിലില്ല. എന്നാൽ ഞാൻ 10 ലക്ഷം രൂപയുടെ പ്രീമിയം 5 വർഷത്തേക്കോ അല്ലെങ്കിൽ 3 വർഷത്തേക്ക് അടച്ചതെന്ന് പറഞ്ഞാൽ ആ 5 വർഷത്തേക്കുള്ള സമ്മർഷോട് എത്രയാണോ ആ സമ്മർഷോട് നമുക്ക് ഒറ്റയടി ക്ലെയിം ചെയ്യാം. ഇപ്പോൾ 10 ലക്ഷം രൂപയുടെ 3 വർഷത്തേക്ക് എടുക്കുന്നതിന് 30 ലക്ഷം രൂപ ക്ലെയിം ചെയ്യാം. ഒരു ഇന്ന ലൈഫ് ടൈം വൺസ് അത് പറ്റത്തുള്ളൂ ഉള്ളൂ. അത് നല്ലൊരു സംഭവമാണ്. 5 വർഷം വരെ കമ്പനികളത് പ്രീമിയം അടച്ചോളാൻ ഒരു അനുവാദം കൊടുക്കുന്നതന്നെ വളരെ നല്ലൊരു സംഭവം തന്നെയാണ്. ഏതൊക്കെ രീതിയിലുള്ള ആംബുലൻസ് സർവീസുകളാണ് ലഭ്യമാകുന്നത്? ആംബുലൻസ് സർവീസിലും പൊതുവേ എല്ലാവരും പറയുന്ന റോഡ് ആംബുലൻസ് ആണ്. പക്ഷേ ഇന്ന് നിലവിൽ വേറെ ആംബുലൻസുകൾ ഉപയോഗിക്കാം. എയർ ആംബുലൻസ് ഉപയോഗിക്കാം, വാട്ടർ ആംബുലൻസ് ഉപയോഗിക്കാം, ബോട്ടുകൾ, റെയിൽ ആംബുലൻസ് ഉപയോഗിക്കാം. ഇതൊക്കെ എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ട് കേൾക്കുന്നതായിരിക്കും പലവരും. പക്ഷേ ഇങ്ങനെയുള്ള ആംബുലൻസിൽ ഉപയോഗിക്കാവുന്ന പോളിസികളുണ്ട്. ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പം നമ്മൾ കോമൺ ആയിട്ട് വരുന്നൊരു കാര്യമാണ് ഇപ്പോൾ ഈ എയർ ലിഫ്റ്റിംഗ് എന്ന് പറയുന്നൊക്കെ സംഭവം. അപ്പോൾ എയർ ലിഫ്റ്റിംഗ് ഒക്കെ ഉള്ള എയർ ആംബുലൻസ് ഉള്ള പോളിസികളൊക്കെ എടുക്കാൻ നോക്കി. ഇതിനൊന്നും അഡീഷണൽ പ്രീമിയം അടയ്ക്കേണ്ടതല്ല. അങ്ങനെയുള്ള പോളിസികളുണ്ട്, അങ്ങനെയുള്ള പോളിസികൾ എടുക്കുക. നമുക്കിപ്പോൾ എപ്പോഴാണ് എയർ ലിഫ്റ്റിംഗ് വരുന്നതെന്നോ അല്ലെങ്കിൽ നമ്മളെ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തോട്ട് ട്രെയിനിലാണ് കൊണ്ടുപോകാൻ പറ്റുള്ളൂ, ട്രെയിനിൽ കൊണ്ടുപോകാനുള്ള ട്രെയിൻ ആംബുലൻസ് ഉണ്ട്, ബോട്ടിലാണ് കൊണ്ടുപോകണേ, അങ്ങനെ ആംബുലൻസ് ഉണ്ട്. ഇതിനെല്ലാം പൈസ കമ്പനികൾ തരുന്നുണ്ട്. എന്തോരം പൈസ കമ്പനികൾ നമുക്ക് വേണ്ടി തരാൻ റെഡിയാണ്. പക്ഷേ ഇതൊന്നും നമ്മൾ അറിയാതെ ഇതൊന്നും എടുക്കുന്നില്ല എന്നുള്ളതാണ് ഞാൻ ഉൾപ്പെടെയുള്ള സമൂഹത്തിൻ്റെ ഒരു പ്രശ്നം. അപ്പം ആംബുലൻസ് സർവീസുകൾ എന്തൊക്കെയാണ് അതിൻ്റെ കവർ ചെയ്യുന്നുള്ള നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം, ചോദിച്ച് മനസ്സിലാക്കി വേണം പോളിസി എടുക്കാനായിട്ട്. ഇന്ത്യയിൽ നിന്നൊരു പോളിസി എടുത്താൽ വിദേശ രാജ്യത്ത് പോയി ചികിത്സിക്കാൻ പറ്റുമോ? വിദേശ രാജ്യത്ത് ചികിത്സിക്കേണ്ട പോളിസിയുടെ പേര് ഗ്ലോബൽ കവർ ചെയ്യുന്ന ഗ്ലോബൽ കവർ എന്നാണ് ആ പോളിസിയുടെ പേര് തന്നെ. അപ്പോൾ ഗ്ലോബൽ കവർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വെളിയിൽ പോയി ചികിത്സിക്കാം. പക്ഷേ അതിൻ്റെ കണ്ടീഷൻ നമ്പർ 1 അതായത് നമുക്ക് ഒരു അസുഖമുണ്ടെങ്കിൽ അത് ഇന്ത്യയിൽ ഡയഗ്നോസ് ചെയ്യണം.
ഇന്ത്യയിൽ ഡയഗ്നോസ് ചെയ്ത് ഇന്ത്യയിൽ നിന്നുള്ള ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യാണ് വെളിയിൽ പോയി ചികിത്സിക്കാം എന്ന് പറഞ്ഞാൽ നമുക്ക് പോയി ചെയ്യാം. ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യണമെന്നില്ല, നമുക്കതിന് പ്ലാൻ ചെയ്ത് പോകാം. പക്ഷേ ഡയഗ്നോസ് ചെയ്യുന്ന ഇന്ത്യ ആയിരിക്കണം. അല്ലാതെ വിദേശത്തുള്ള ഒരാൾ ഇവിടെ നിന്ന് പോളിസി എടുത്ത് അവിടെ പോയി അവിടെ നിന്നുകൊണ്ട് ചികിത്സിക്കാൻ പറ്റത്തില്ല. അപ്പോൾ മനസ്സിലാക്കേണ്ട ഇത്രയേ ഉള്ളൂ. ഗ്ലോബൽ കവറേജ് എന്ന് പറയുന്നത് ഇന്ത്യയിലുള്ള സിറ്റിസൻസിന് ഇവിടെ പോളിസി എടുത്ത് ഇവിടെ ഡയഗ്നോസ് ചെയ്തിട്ട് നമുക്ക് വെളിയിൽ പോയി ചികിത്സിക്കാനായിട്ട് യാതൊരു പ്രശ്നവുമില്ല. അതുള്ള പോളിസികൾ, അതുകൂടെ ഉള്ള പോളിസികൾ എടുത്താൽ മാത്രമേ കിട്ടുള്ളൂ. അല്ല എല്ലാ പോളിസിക്കകത്തും ഗ്ലോബൽ കവറേജ് ഇല്ല. നമ്മൾ പറയുന്നത് പ്ലാൻഡ് ഹോസ്പിറ്റലൈസേഷൻ എന്നാണ് അതിന് പറയുന്നത്. ആയുർവേദം പോലുള്ള ചികിത്സകൾക്ക് ക്ലെയിം കിട്ടുമോ? ആയുർവേദം മാത്രമല്ല, അതിന് പറയുന്ന ആയുഷ് എന്ന് പറയും. ആയുർവേദം, യുനാനി, ഹോമിയോ, സിദ്ധ, ഇതിനെല്ലാം ക്ലെയിം കിട്ടുന്ന, ഇപ്പോൾ ഈ ഒരുമാതിരിപ്പെട്ട എല്ലാ പോളിസികളിലും ആയുർവേദംക്കെല്ലാം ക്ലെയിം ചെയ്യാൻ പറ്റുന്ന പോളിസികളാണ് ഇന്ന് നിലവിലുള്ളത്. പക്ഷേ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ എടുക്കുന്ന പോളിസിക്കകത്ത് ലിമിറ്റ്സ് ഉണ്ടോ എന്ന് നോക്കണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു 10 ലക്ഷം രൂപയുടെ പോളിസി എടുക്കുന്ന ആൾക്ക് 10,000 രൂപ മാക്സിമം ആയുർവേദത്തിന് ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ലിമിറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ലിമിറ്റുള്ള പോളിസികളാണെങ്കിൽ ആ ലിമിറ്റിനനുസരിച്ച് വേണം നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ ആയുർവേദത്തിന് ലിമിറ്റ് ഇല്ലാത്ത പോളിസി ഉണ്ട്. ഇപ്പോൾ നമ്മളൊരു 25 ലക്ഷം രൂപയുടെ പോളിസി എടുത്തെങ്കിൽ 25 ലക്ഷം രൂപ വേണേൽ ആയുർവേദത്തിനോ ഈ യുനാനിയോ, ഹോമിയോ, സിദ്ധയ്ക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന പോളിസികളുണ്ട്. അതായത് നമ്മുടെ സം അഷ്യൂർഡിന് ലിമിറ്റേഷൻ ഇല്ല. നമ്മൾ എത്രയാണോ സം അഷ്യൂർഡ് എടുത്തേക്കുന്നത് അത്രയും തന്നെ സം അഷ്യൂർഡിൽ നമുക്ക് ഈ ആയുർവേദത്തിലൊക്കെ പോയി നമുക്ക് ക്ലെയിം ചെയ്യുന്നതിന് കുഴപ്പമില്ല. പക്ഷേ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സുഖ ചികിത്സകൾക്ക് കിട്ടത്തില്ല. അപ്പോൾ ഒരു കർക്കിടക മാസമാണ് പെയ്യുന്നത്, തിരുമാൻ പോകാമെന്ന് പറഞ്ഞാൽ അങ്ങനെ കിട്ടത്തില്ല. നമുക്കൊരു അസുഖം ഉണ്ടെങ്കിൽ മാത്രം അത് ഡയഗ്നോസ് ചെയ്ത് ആ അസുഖത്തിൻ്റെ റിപ്പോർട്ട് കമ്പനികൾ കൊടുത്തതിന് ശേഷം മാത്രമേ നമുക്ക് ഈ ആയുർവേദം പോലുള്ള കാര്യങ്ങൾ ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ലിമിറ്റേഷൻ ഇല്ലാത്ത ആയുഷ് കവർ ചെയ്യുന്ന, ആയുഷ് എന്ന് തന്നെ പറയുന്ന ആയുഷ് കവർ ചെയ്യുന്ന പോളിസി എടുക്കണം. എന്താണ് ഗ്രൂപ്പ് ഇൻഷുറൻസ്? അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും ഒന്ന് പറഞ്ഞു തരാമോ? ഇത് വളരെ ഗൗരവമായിട്ട് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്, ഗ്രൂപ്പ് ഇൻഷുറൻസ് വേഴ്സസ് റീറ്റെയിൽ ഇൻഷുറൻസ്. ഇപ്പോൾ പല മാതാപിതാക്കൾ എന്നോട് പറയുന്നത് കേട്ടിട്ടുണ്ട്, എനിക്ക് ഓൾറെഡി ഇൻഷുറൻസ് ഉണ്ടായിരുന്നവരാണ്. അപ്പോൾ ഒരു 5 വർഷം 10 വർഷം അടച്ചവർ 10 വർഷം കഴിഞ്ഞിട്ട് പറയുകയാണ് ഞങ്ങളിത് പുതുക്കുന്നില്ല, കാരണം എൻ്റെ മോന് ഇപ്പോൾ കോർപ്പറേറ്റ് ഇൻഷുറൻസ് ഉണ്ട്, അതിനകത്ത് ഞങ്ങൾ കവേർഡാണ്. നല്ല കാര്യം, പ്രീമിയം ലാഭിക്കാം. മകനോ മകളോ ജോലി ചെയ്യുന്ന കമ്പനിയിൽ നിന്ന് അവർ പ്രീമിയം അടയ്ക്കുന്നുണ്ട് ഇവർക്ക് വേണ്ടി, അതൊക്കെ നല്ല കാര്യമാണ്. പക്ഷേ എൻ്റെ ഒരു ചോദ്യം വളരെ സിമ്പിളായിട്ട് ചോദിക്കുവാണെങ്കിൽ ഇങ്ങനെയാണ്, ഈ മകനോ മകളോ ആ ജോലിയിൽ നിന്ന് റിസൈൻ ചെയ്തു, അല്ലെങ്കിൽ പറഞ്ഞു വിട്ടു, അല്ലെങ്കിൽ ജോലി വേണ്ട എന്ന് വെച്ച് പോവുകയാണെങ്കിൽ ഈ പറയുന്ന മാതാപിതാക്കൾ എല്ലാം വെളിയിലായോ? ഇനി അഥവാ വേറൊരു രീതിയിൽ അവതരിപ്പിക്കുകയാണെങ്കിൽ കോർപ്പറേറ്റ് കമ്പനികൾസ് നമുക്ക് ഗ്രൂപ്പ് ഇൻഷുറൻസ് എടുത്ത് തരുന്നുണ്ട്, നമ്മുടെ നന്മയ്ക്ക് വേണ്ടി അവരെടുത്ത് തരുന്നുണ്ട്. ഇപ്പം ഞാൻ ആ ഗ്രൂപ്പിനകത്തുള്ള ഒരാളാണെന്ന് വിചാരിക്കുക. എനിക്ക് നോർമലി ഗ്രൂപ്പ് ഇൻഷുറൻസിന് 3 അല്ലെങ്കിൽ 5 ലക്ഷം രൂപ മാക്സിമം ഉണ്ടാവുള്ളൂ, മാക്സിമം അത്രയും ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ ആ ഗ്രൂപ്പ് ഇൻഷുറൻസിൽ നിന്ന് എനിക്കൊരു ക്ലെയിം വന്നു എന്ന് വിചാരിക്കാം. ആ ക്ലെയിം ഒരു ക്രിട്ടിക്കൽ ഇൽനെസ് ആണെന്ന് വിചാരിക്കും. ക്രിട്ടിക്കൽ ഇൽനെസ് പറയുന്നത് ഹാർട്ടോ, ലിവറോ, ക്യാൻസർ, അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു പ്രശ്നമാണെന്ന് വിചാരിക്കാം. അവരെനിക്ക് ക്ലെയിം തന്നോ തന്നില്ലയോ എന്നുള്ളതല്ല എൻ്റെ ചോദ്യം. തന്നു എന്ന് തന്നെ വിചാരിക്കാം, എനിക്ക് തന്നു, ഞാൻ ആ ക്ലെയിം എടുത്തു. പക്ഷേ നാളെ ആ കമ്പനി പറയുകയാണ് മനോ എന്ന് പറയുന്ന വ്യക്തിക്ക് മാത്രം ഞങ്ങൾ പോളിസി തരത്തില്ല, ഗ്രൂപ്പിലാണെന്ന് പറഞ്ഞത്. ഞങ്ങളൊരു ഗ്രൂപ്പിൽ 100 പേരുണ്ട്, 100 പേരിൽ നിന്ന് എനിക്ക് മാത്രം തരില്ല എന്ന് പറയാൻ അധികാരമുണ്ട് ഗ്രൂപ്പ് ഇൻഷുറൻസ് നിയമം അനുസരിച്ചിട്ട്. ഇനി അഥവാ എൻ്റെ എംപ്ലോയർ ആ ഗ്രൂപ്പ് ഇൻഷുറൻസ് നിർത്തുക എന്ന് വിചാരിക്കുക. നിർത്തിക്കഴിഞ്ഞാൽ അസുഖം വന്ന എന്നെപ്പോലുള്ളൊരു ആൾക്ക് വേറെ ജീവിതത്തിൽ ഇന്ത്യയിൽ നിന്ന് ഒരു ഇൻഷുറൻസും കിട്ടത്തില്ല. കാരണം ഓൾറെഡി എനിക്ക് ക്രിട്ടിക്കൽ ഇൽനെസ് വന്ന് പോയ ഒരാളാണ്, ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്, ഞാൻ മെഡിസിൻ എടുക്കുന്ന ഒരാളാണ്. അങ്ങനെയുള്ള ഒരാൾക്ക് ഒരു കാരണവശാലും വെളിയിൽ പോയി എടുക്കാൻ ഒരു കമ്പനി സമ്മതിക്കത്തില്ല. ഇപ്പോൾ നമ്മുടെ ഗവൺമെൻറ് സ്കീം നോക്കിക്കഴിഞ്ഞാൽ മെഡിസിൻ പോലുള്ള നല്ല കമ്പനികളാണ്, അവർ കൊടുക്കുന്നുണ്ട്. ഗവൺമെൻറ് നല്ല ഇനീഷ്യേറ്റീവിൽ അവർക്ക് ക്ലെയിം കിട്ടുന്നുണ്ട്. ക്ലെയിം കിട്ടുമോ കിട്ടാതിരിക്കുമോ അല്ല എൻ്റെ പ്രശ്നം. പക്ഷേ ഈ 3 ലക്ഷം രൂപയുടെ കവറേജിൽ അവർ സന്തുഷ്ടരാണ് എന്ന് വിചാരിക്കാം. പക്ഷേ ഒരു ക്രിട്ടിക്കൽ ഇൽനെസ് അതുപോലെ വലിയ അസുഖം വന്നാൽ 3 മതിയാവുമോ എന്നുള്ളൊരു ചോദ്യം വലിയ ക്വസ്റ്റ്യൻ മാർക്കായിട്ട് തന്നെ കിടക്കുന്നൊരു ചോദ്യമാണ്. രണ്ടാമത്തെ കാര്യം, നാളെ ഈ ഒരു സ്കീം സംസ്ഥാന ഗവൺമെൻറ് വിഡ്രോ ചെയ്യുവാണെങ്കിൽ അവരെന്ത് ചെയ്യും? അപ്പോൾ എല്ലാവരും വെളിയിൽ പോകും. അപ്പോൾ അസുഖമുള്ളവർ വെളിയിൽ പോയി കഴിഞ്ഞാൽ ഒരു കാരണവശാലും അവർക്ക് വേറെ ഒരു പോളിസി കിട്ടത്തില്ല. അപ്പോൾ ഞാനത് വ്യക്തിപരമായിട്ട് പറയുന്നില്ല, എന്നിരുന്നാലും ഞാൻ കാണുന്ന ഏറ്റവും എന്താ പറയുക, ഞങ്ങൾ എന്ത് വന്നാലും ഇൻഷുറൻസ് എടുക്കത്തില്ലാത്ത പറയുന്ന ഒരു കാറ്റഗറിയാണ് ടീച്ചേഴ്സ് എന്ന് പറയുന്നത്. അധ്യാപകരാണ് ഏറ്റവും കൂടുതൽ ഇൻഷുറൻസ് വേണ്ട എന്ന് പറയുന്നത്. എന്താണെന്ന് എനിക്കറിയത്തില്ല. ചിലപ്പോൾ ആ കാറ്റഗറി അവർ പറയുന്നത് ഞങ്ങൾക്ക് അസുഖം വരത്തില്ല എന്നായിരിക്കാം. പക്ഷേ എനിക്ക് എത്രയോ അധ്യാപകരെ പേഴ്സണലി അറിയാമോ, അവർക്ക് ഈ പറയുന്ന ഒരു ഗ്രൂപ്പ് ഇൻഷുറൻസ് ഉണ്ടായിരുന്നു. ആ ഗ്രൂപ്പ് ഇൻഷുറൻസിൽ നിന്ന് അവർക്ക് ഒരു വലിയൊരു അസുഖം വന്നു, അവർക്ക് കുറച്ച് ക്ലെയിം കിട്ടി, കുറച്ച് കിട്ടിയില്ല. ഞാൻ പറഞ്ഞല്ലോ, കിട്ടുമോ കിട്ടാതിരിക്കുന്നതല്ല എൻ്റെ പ്രശ്നം. പക്ഷേ നാളെ ഈ ഗ്രൂപ്പ് ഇൻഷുറൻസിന് അവർ വെളിയിൽ പോയി കഴിഞ്ഞാൽ
ഒരു കാരണവശാലും ഒരു കമ്പനിയും അവർക്ക് ഒരു ഇൻഷുറൻസ് കൊടുക്കത്തില്ല. അപ്പോൾ കോർപ്പറേറ്റ് ഇൻഷുറൻസ് ഉള്ളത് നല്ല കാര്യമാണ്. ഡേ 1 തൊട്ട് കവറേജ് ഉണ്ട്. ഇതൊക്കെ വളരെ വളരെ ആക്ച്വൽസ് ആണ് പറയുന്നത്. പക്ഷേ നമുക്ക് എപ്പോഴും റീറ്റെയിൽ ഇൻഷുറൻസ് നമുക്ക് നിർബന്ധമായിട്ടും വേണം. കോർപ്പറേറ്റ് ഇൻഷുറൻസ് ഉള്ള കൂട്ടത്തിൽ തന്നെ നമുക്ക് റീറ്റെയിൽ ഇൻഷുറൻസ് എടുത്ത് വെച്ചേ പറ്റുള്ളൂ. അതിന് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ തന്നെ ഞാൻ ചെയ്യുന്നുണ്ട്. അതായിരിക്കും നല്ല കാര്യം. ഇത് പറഞ്ഞു പോയി കഴിഞ്ഞാൽ ഒരുപാടുണ്ട് ഈ ഗ്രൂപ്പ് ആൻഡ് റീറ്റെയിൽ ഇൻഷുറൻസിനെ പറ്റി പറയാനായിട്ട്. ഒരസുഖം മറച്ചു വെച്ച് പോളിസി എടുത്താൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഈ ഇൻഷുറൻസിനെ പറയുന്നത് തന്നെ ഒരു അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത് ആണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ട്രസ്റ്റാണ്. ഒരു കാരണവശാലും ഒന്നും മറച്ചു വെച്ച് നമ്മൾ ഇൻഷുറൻസ് എടുക്കരുതെന്ന് ഉള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. അതിനെ ഒരിക്കലും അതിന് കൂട്ടു നിൽക്കുന്ന ഒരാളുമല്ല. നമ്മുടെ അസുഖങ്ങൾ പറഞ്ഞിട്ട് അവർ പോളിസി തരുവാണെങ്കിൽ മതിയെന്നില്ല. ഈ പോളിസി എടുക്കണ്ട. ഒരു പോളിസി എടുക്കാൻ വേണ്ടി നമ്മൾ അസുഖങ്ങൾ മറച്ചു വെച്ച് പോളിസി എടുത്താലുള്ളൊരു പ്രശ്നം, ഒന്ന്, ഇത് ഏതെങ്കിലും സാഹചര്യത്തിൽ ഒരു സാഹചര്യം പറയുകയാണെങ്കിൽ ഇങ്ങനെ പറയാം, ഞാനിപ്പോൾ അഡ്മിറ്റാവും, എനിക്ക് BP ഉണ്ട്, ഞാൻ അഡ്മിറ്റായി, എനിക്ക് ബോധമില്ലാതെയാണ് ഞാൻ ഹോസ്പിറ്റലിൽ ചെല്ലുന്നത്. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ബൈസ്റ്റാൻഡറിന് അറിയാം എനിക്ക് BP ഉണ്ട്, പക്ഷേ ഞാൻ BP മറച്ചു വെച്ചിട്ടുമുണ്ട്, കമ്പനിയോട് ഞാൻ പറഞ്ഞിട്ടുമില്ല. ബൈസ്റ്റാൻഡർ ഓൾറെഡി പറയുകയാണ് ഈ വ്യക്തി BPക്ക് മരുന്ന് കഴിക്കുന്നതാണ്, ഇത്ര വർഷമായിട്ട് മരുന്ന് കഴിക്കുന്നതാണ്, ഓട്ടോമാറ്റിക്കലി ഡോക്ടർ അത് റെക്കോർഡ് ചെയ്യും. ഈ പറയുന്ന ഡയഗ്നോസ് റിപ്പോർട്ടാണ് നേരെ കമ്പനി അണ്ടർ റൈറ്റേഴ്സിന് എടുത്തത്. അണ്ടർ റൈറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കുന്ന ഡോക്ടേഴ്സും. അപ്പോൾ അവർ നമ്മുടെ പ്രപ്പോസൽ വെച്ച് നോക്കും, ഇവൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടോ, ഇല്ല. ഓട്ടോമാറ്റിക്കലി ക്ലെയിം റിജക്ഷൻ ആകുമെന്ന് മാത്രമല്ല, ഒരുപക്ഷെ എന്നെ ടെർമിനേറ്റ് ചെയ്യാം. ഈ ടെർമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ജീവിതത്തിൽ ചിലപ്പോൾ എനിക്ക് ഒരിടത്തു നിന്നും പോളിസി കിട്ടാനായിട്ട് സാധ്യതയില്ല, എന്നെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യും. അതുകൊണ്ട് ഒരു കാരണവശാൽ എങ്ങനെ അറിയുമെന്ന് ചോദിച്ചാൽ ഇങ്ങനെയൊക്കെ അറിയാം. അല്ലെങ്കിൽ വെരിഫിക്കേഷൻ ഏജൻസ് എന്തോരം ഉണ്ടെന്ന് അറിയും. എത്രയോ ഏജൻസ് ഉണ്ട്. ഓരോ കമ്പനിക്ക് തന്നെ എത്ര വെരിഫിക്കേഷൻ ഏജൻസ് ഉണ്ട്. അവർക്കൊക്കെ തിരക്കാം. പല രീതിയിൽ തിരക്കിയിട്ട് വേണമെങ്കിൽ അവർക്ക് റിപ്പോർട്ട് കൊടുക്കാം. ഒരു ചെറിയ അസുഖമാണ് അവർ തിരക്കത്തിലായിരിക്കും, പക്ഷേ വലിയ ക്ലെയിം വന്നാൽ അവർ നിർബന്ധമായിട്ട് ഈ പറയുന്ന വെരിഫൈ ചെയ്യാനുള്ള ബാധ്യത അവർക്കുണ്ട്. അപ്പം കഴിവുണ്ടെന്നല്ല, ഒരു കാരണവശാലും നിങ്ങൾ എന്താ പറയുക, നമ്മുടെ അസുഖങ്ങൾ മറച്ചു വെച്ച് പോളിസി എടുക്കരുത്. എടുത്താൽ അത് വളരെ ദോഷമായിട്ട് നാളെ ഭവിക്കും. അങ്ങനെ ഭവിക്കാതിരിക്കട്ടെ. അതുകൊണ്ട് നിർബന്ധമായിട്ട് നിങ്ങൾ നിങ്ങളുടെ അസുഖം റിവീൽ ചെയ്തിരിക്കണം. എല്ലാ ഹോസ്പിറ്റലുകളും ക്യാഷ്ലെസ് ഫെസിലിറ്റി ആണോ കൊടുക്കുന്നത്? നിരന്തരമായ ചോദ്യമാണ്, ക്യാഷ്ലെസ് ആണോ? നമ്മളൊരു പോളിസി എടുക്കുമ്പോൾ എല്ലാവരും ചോദിക്കുന്നത് നിങ്ങളുടെ പോളിസി ക്യാഷ്ലെസ് ആണോ അതോ റീഇംബേഴ്സ്മെൻറ്റ് ആണോ എന്നുള്ളത്. 2024 ഏപ്രിൽ മാസമാണ്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏപ്രിൽ മാസമാണ്, IRDA പാർലമെൻറ്റ് ഒരു പുതിയ റൂള് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയും റീഇംബേഴ്സ്മെൻറ്റ് എന്നല്ല, നെറ്റ്വർക്ക് അല്ലെങ്കിൽ നോൺ നെറ്റ്വർക്ക് ഹോസ്പിറ്റൽ എന്നുള്ളൊരു കോൺസെപ്റ്റ് ഇല്ല. എല്ലാ ഹോസ്പിറ്റലും, ഓൾ ഇന്ത്യ എല്ലാ ഹോസ്പിറ്റലും ക്യാഷ്ലെസ് ആയിരിക്കണം. ഇപ്പോൾ ഉദാഹരണത്തിന് എക്സ് എന്ന് പറഞ്ഞ കമ്പനിന്നാണ് നമ്മൾ പോളിസി എടുത്തേക്കുന്നത്. ആ കമ്പനി നമ്മൾ അഡ്മിറ്റ് ആവുന്ന ഹോസ്പിറ്റലായിട്ട് ടൈപ്പ് ഇല്ലാന്ന് വിചാരിക്കുക. ടൈപ്പ് ഇല്ലെങ്കിലും പറയുന്ന കണ്ടീഷൻ ഇത്രയേ ഉള്ളൂ, 48 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ ഏത് കമ്പനിയാണോ ആ കമ്പനിയെ അറിയിച്ചാൽ മതി. അവർ ഒരു തേർഡ് പാർട്ടിയെ വെച്ച് നമ്മുടെ ക്ലെയിം സെറ്റിൽ ചെയ്യുള്ളൂ. അതുകൊണ്ട് നമുക്ക് റീഇംബേഴ്സ്മെൻറ്റിന് വേണ്ടി ഓടേണ്ട കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഓരോ കമ്പനികൾ അത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ക്യാഷ്ലെസ് ഇല്ല എന്ന് ഓർത്ത് ഒരു പോളിസി എടുക്കാൻ മടിക്കേണ്ട. ഇപ്പോൾ എല്ലാ ഹോസ്പിറ്റലുകളും ക്യാഷ്ലെസ് ആയിട്ട് കൊടുത്തേ പറ്റുള്ളൂ എന്നുള്ള നിയമം പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് റീഇംബേഴ്സ്മെൻറ്റിനെ കുറിച്ച് ഓർത്ത് നിങ്ങൾ വറീഡ് ആവേണ്ട. രണ്ടാമത്തെ കാര്യം, ഇനി അഥവാ ഒരു ക്ലെയിം റിജക്ഷൻ ആയി കഴിഞ്ഞാൽ നമ്മൾ ഡെഫിനറ്റ്ലി റീഇംബേഴ്സ്മെൻറ്റിന് പോകണം. ആ റീഇംബേഴ്സ്മെൻറ്റിന് പോകുമ്പോൾ അതിൻ്റെ ആ പ്രൊസീജിയർ നമ്മൾ പാലിച്ചേ പറ്റുള്ളൂ. അതുകൊണ്ട് ക്യാഷ്ലെസ് ഇല്ല എന്ന് പറഞ്ഞ് ഒരു കമ്പനിയിൽ നിന്നും പോളിസി എടുക്കാതിരിക്കേണ്ട കാര്യമില്ല. എനിക്കൊരു വലിയ കവറേജ് എടുക്കണമെന്നാണ് ആഗ്രഹം, പക്ഷേ പൈസയുടെ കുറവ് മൂലം അത് എടുക്കാൻ സാധിക്കുന്നില്ല. ചെറിയ പൈസയ്ക്ക് വലിയ കവറേജ് കിട്ടാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും നമുക്ക് ചെറിയ പൈസയ്ക്ക് വലിയ കവറേജ് എടുക്കാം. ഇത് പലരും എന്നോട് ചോദിക്കുന്നൊരു ചോദ്യമാണ്. എനിക്ക് അത്രയും പ്രീമിയം അടയ്ക്കാനില്ല, പക്ഷേ എനിക്ക് കുറച്ച് കവറേജ് കൂടുതൽ വേണമെന്ന് ആഗ്രഹമുണ്ട്. ടോപ്പ് അപ്പ് പോളിസി എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ടോപ്പ് അപ്പ് പോളിസി ഏറ്റവും നല്ല പോളിസിയാണ്. നിങ്ങൾക്ക് പ്രീമിയം കുറഞ്ഞ് നിങ്ങൾക്ക് വലിയ കവറേജ് വേണമെന്ന് താല്പര്യമുള്ള ഒരാൾക്ക് എടുക്കേണ്ട പോളിസിയാണ് ടോപ്പ് അപ്പ് പോളിസി. അതെങ്ങനെ എടുക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് ഇപ്പോൾ 5 ലക്ഷം രൂപയുടെ ഒരു ഒരു സം അഷ്യൂർഡിൻ്റെ പ്രീമിയവും 25 ലക്ഷം രൂപ 50 ലക്ഷം രൂപയുടെ പ്രീമിയം വളരെ വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. 5 ലക്ഷം രൂപയുടെ ഒരു ബേസിക് പോളിസി എടുക്കുക. ബേസിക് പോളിസി 5 ലക്ഷം എടുക്കുക, മിനിമം 5 ലക്ഷം രൂപയുടെ പോളിസി എടുക്കുക. പക്ഷേ നമ്മുടെ ആഗ്രഹം എന്താണ്, എനിക്കൊരു 50 ലക്ഷം രൂപയുടെ കവറേജ് വേണം, പക്ഷേ നമ്മുടെ ഉള്ള പൈസയ്ക്ക് നമുക്ക് തികയുന്നില്ല. അപ്പോൾ ചെയ്യേണ്ട ഒരു വളരെ സിമ്പിളായിട്ടുള്ള കാര്യം, 5 ലക്ഷം രൂപയുടെ ബേസിക് പോളിസി ഏതെങ്കിലും കമ്പനിയിൽ നിന്ന് എടുക്കുക. കൂടാതെ ആ കമ്പനിയിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും ഒരു കമ്പനിയിൽ നിന്നോ ഒരു 50 ലക്ഷം രൂപയുടെ ടോപ്പ് അപ്പ് പോളിസിയും എടുക്കുക. അങ്ങനെ പറയുന്ന പോളിസിയുടെ പേരാണ് ടോപ്പ് അപ്പ് പോളിസി. അപ്പോൾ എന്താ ഗുണമെന്ന് വെച്ചാൽ, ഈ 50 ലക്ഷം രൂപ ടോപ്പ് അപ്പ് പോളിസിക്ക് പ്രീമിയം വളരെ കുറവാണ്. അതെങ്ങനെ വർക്ക് ചെയ്യുന്നത് ചോദിച്ചാൽ, 5 ലക്ഷം രൂപ ഡിഡക്റ്റ്, അതായത് ഇപ്പോൾ ഞാനൊരു പോളിസി എടുക്കാനായിട്ടൊരു കമ്പനി ചെല്ലുമ്പോൾ കമ്പനി ചോദിക്കുന്നത് നിങ്ങളുടെ എത്ര രൂപയാണ് ഡിഡക്റ്റ് ചെയ്യേണ്ടതെന്ന് ചോദിക്കും.
എത്ര രൂപയാണ് കുറയ്ക്കേണ്ടത്? അപ്പോൾ ഞാൻ പറയും എൻ്റെ 5 ലക്ഷം രൂപ കുറച്ചോളൂ, കാര്യം എനിക്ക് 5 ലക്ഷം രൂപയുടെ ബേസിക് പോളിസി ഉണ്ട്, നിങ്ങളത് കുറച്ചോളൂ. അതിന് ശേഷമുള്ള 50 ലക്ഷം രൂപയുടെ ചികിത്സയ്ക്കുള്ള കാശ് എനിക്ക് തന്നാൽ മതി എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അവർ ഡിഡക്റ്റ് ചെയ്യുന്ന 5 lakh rupees 5 ലക്ഷം ഡിഡക്റ്റ് ചെയ്യുന്നു. 5 ലക്ഷം രൂപയ്ക്ക് മേളിൽ വരുന്ന എന്ത് ചികിത്സയ്ക്കും മറ്റ് 50 ലക്ഷം രൂപ ടോപ്പപ്പ് എടുത്ത കമ്പനിക്കായിരിക്കും റെസ്പോൺസിബിലിറ്റി ഉണ്ടാകുന്നത്. അപ്പോൾ ഏറ്റവും നമുക്ക് പ്രീമിയം കുറയ്ക്കാനും ഏറ്റവും നല്ലൊരു പോളിസിയാണ് ഒരു ബേസിക് സം അഷ്യൂർഡ് പോളിസി അലോങ് വിത്ത് ടോപ്പപ്പ് പോളിസി. 25 lakhs, 1 crore എത്ര വേണം നമുക്ക് എടുക്കാം. പ്രീമിയം വളരെ കുറവാണ്. ഞാൻ പറഞ്ഞ പോലെ 5 ലക്ഷം രൂപയുടെ പ്രീമിയം അല്ല 50 ലക്ഷം രൂപയ്ക്ക് ബേസിക് സം അഷ്യൂർഡ് കാര്യം വരും. പക്ഷേ നമ്മൾ ബേസിക് സം അഷ്യൂർഡ് ഏറ്റവും കുറഞ്ഞേ എടുക്കുന്നുള്ളൂ. ആ ബേസിക് സം അഷ്യൂർഡ് കുറവ് എടുത്തതിന് ശേഷം നമ്മൾ ടോപ്പപ്പിന് നമുക്ക് ആവശ്യമുള്ള ഒരു എമൗണ്ട് നമ്മൾ എടുക്കുന്നു. വളരെ നല്ല പോളിസിയാണ്. ഈ ഗ്രൂപ്പ് ഇൻഷുറൻസ് ഉള്ളവർ അല്ലെങ്കിൽ ഈ പറയുന്ന ഗവൺമെൻറ് ഇൻഷുറൻസ്, കോർപ്പറേറ്റ് ഇൻഷുറൻസ് ഉള്ളവരൊക്കെ എടുക്കേണ്ട ഒരു കാര്യമാണ്. ബേസിക് സം അഷ്യൂർഡ് കോർപ്പറേറ്റ് കമ്പനികൾ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഇൻഷുറൻസ് തരുന്നുണ്ടെങ്കിൽ അതിന് പുറമേ വരുന്ന ചികിത്സയ്ക്കുള്ള പൈസയെങ്കിലും നമുക്ക് ഈ ടോപ്പപ്പ് പോളിസിയിൽ നിന്ന് കിട്ടും. അപ്പോൾ നിർബന്ധമായിട്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ബേസിക് ആയിട്ടുള്ള ഒരു പ്രീമിയം നമുക്ക് അടയ്ക്കാനുണ്ടെങ്കിൽ നമുക്ക് ടോപ്പപ്പ് പോളിസി എടുത്തുകൊണ്ട് നമ്മുടെ സം അഷ്യൂർഡ് കൂട്ടാനായിട്ടുള്ള ഒരു അവസരം കൂടെ ഉണ്ട്. അതുകൊണ്ട് എപ്പോഴും മനസ്സിൽ വിചാരിച്ചേക്കുക, ഒരു ബേസിക് സം അഷ്യൂർഡ് പോളിസി എടുക്കുക, കൂടുതൽ ഒരു ടോപ്പപ്പ് പോളിസി എടുക്കുക. സീനിയർ സിറ്റിസൺ പോളിസിയെ കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? എന്തിനാണ് ഈ സീനിയർ സിറ്റിസൺ എന്നൊരു കാറ്റഗറി അവർ കൊടുത്തേക്കുന്ന പോലെ എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. ഞാൻ ഈ സാധാരണ ട്രെയിനിങ് എടുക്കുമ്പോഴൊന്നും ഒരു സീനിയർ സിറ്റിസൺ എന്ന് പറഞ്ഞാൽ അവരെ മാത്രം മാറ്റി നിർത്തി സംസാരിക്കേണ്ട ഒരു അവസരം എനിക്കുണ്ട്. മാറ്റി നിർത്തി പറഞ്ഞാൽ അവർക്ക് വേണ്ടി വേറെ സെപ്പറേറ്റ് പോളിസി. എന്തിനാണ് അങ്ങനെ ഒരു പോളിസി എടുക്കുന്നത്? സീനിയർ സിറ്റിസൺ പോളിസി എന്ന് പറഞ്ഞ പോളിസി ഉണ്ട്, ഇഷ്ടംമാതിരി പോളിസികൾ നിലവിലുണ്ട്. പക്ഷേ നോർമൽ സിറ്റിസന് കിട്ടുന്ന, അതായത് 60 വയസ്സിന് താഴെയുള്ള ഒരു പൗരന് കിട്ടുന്ന എല്ലാ അവകാശങ്ങളോടും കൂടിയുള്ള പോളിസി ഇന്ന് നിലവിലുണ്ട്. അപ്പോൾ സീനിയർ സിറ്റിസൺ പോളിസി എന്ന് പറഞ്ഞ് ഒരു പ്രത്യേക പോളിസി എടുക്കാതിരിക്കുക. നോർമലി കിട്ടുന്ന പോളിസി തന്നെ സീനിയർ സിറ്റിസൺ എടുക്കുക, അത്രയേ ഉള്ളൂ. കാരണം സീനിയർ സിറ്റിസൺ പോളിസികൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതായത് ചിലപ്പോൾ കോ പേയ്മെൻ്റ് ഉള്ള പോളിസികളുണ്ട്, ഡിഡക്റ്റബിൾസ് ഉള്ള പോളിസി ഉണ്ടാവാം, ഇന്ന അസുഖത്തിന് ഇത്ര രൂപയെ കിട്ടുകയുള്ളൂ, സബ് ലിമിറ്റ്സ് ഉള്ള പോളിസി ഉണ്ടാവാം. അപ്പം അവർക്കെല്ലാം ഒരു ലിമിറ്റേഷനാണ് വെച്ചേക്കുന്നത്. നമ്മളെപ്പോലെ തന്നെ മുതിർന്നവരും നമ്മളെപ്പോലെ തന്നെ ഉള്ളവരല്ല. അപ്പം നമുക്ക് കിട്ടുന്ന അതേ ആനുകൂല്യങ്ങൾ തന്നെ അവർക്കും കിട്ടണം എന്നാഗ്രഹമുണ്ട് എനിക്ക്. അതുകൊണ്ട് നോർമൽ പോളിസി എടുത്താൽ മതി. സീനിയർ സിറ്റിസൺ പോളിസി എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ പല പ്രശ്നങ്ങളുണ്ട്, അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ എടുക്കുമ്പോൾ സീനിയർ സിറ്റിസൺ എന്ന് പറയുന്ന കാറ്റഗറിയെ വിട്ടേര് നോർമൽ സിറ്റിസന് കൊടുക്കുന്ന പോളിസി തന്നെ സീനിയർ സിറ്റിസൺ എടുക്കാൻ ശ്രമിക്കുക. അതുകൊണ്ട് ആരും ചെന്ന് സീനിയർ സിറ്റിസൺ പോളിസി ഉണ്ടോ എന്ന് ചോദിക്കേണ്ട. നമുക്ക് വേണ്ടത് നോർമൽ സിറ്റിസന് കൊടുക്കുന്ന പോളിസി തന്നെ കൊടുത്താൽ മതിയെന്ന് അല്ലെങ്കിൽ വേണമെന്നാണ് നമ്മൾ പറയേണ്ടത്. ബൈസ്റ്റാൻഡറിന് കോമ്പൻസേഷൻ കിട്ടുന്ന എന്തെങ്കിലും പോളിസികൾ നിലവിലുണ്ടോ? നമ്മുടെ കൂടെ നിൽക്കുന്ന ബൈസ്റ്റാൻഡർ കോമ്പൻസേഷൻ കൊടുക്കുന്ന പോളിസികൾ വളരെ കുറവാണ്. ബൈസ്റ്റാൻഡേഴ്സിന് അങ്ങനെ കൊടുക്കുന്ന പോളിസികൾ തീരെ കുറവാണ്. പക്ഷേ അതേസമയം നമുക്ക് എടുത്തിടാൻ പറ്റുന്ന, അല്ലെങ്കിൽ ബൈസ്റ്റാൻഡേഴ്സിന് എന്തിനാണ്, ബൈസ്റ്റാൻഡർ മാത്രമല്ല നമുക്ക് തന്നെ ഉപകാരപ്പെടുന്ന ഒരു പോളിസിയാണ് ഡെയിലി ക്യാഷ് പോളിസി എന്ന് പറയുന്നത്, ഡെയിലി ഹോസ്പിറ്റൽ ക്യാഷ് പോളിസി എന്ന് പറയുന്നത്. അത് നിർബന്ധമായിട്ടും എല്ലാവരും എടുത്തിടേണ്ട പോളിസിന്. ഏത് രീതിയിലുള്ള അഡ്മിഷൻ, പക്ഷേ ഏത് രീതിയിൽ എന്ന് പറയുമ്പോൾ ആയുർവേദത്തിന് കിട്ടത്തില്ല, മെറ്റേണിറ്റി കിട്ടത്തില്ല, അങ്ങനെ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. പക്ഷേ ഇപ്പോൾ അലോപ്പതി പോലുള്ള ഏതെങ്കിലും ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആവുകയാണെങ്കിൽ ഡെയിലി നമുക്കൊരു കോമ്പൻസേഷൻ കിട്ടും. നമ്മൾ തീരുമാനിക്കണം നമുക്ക് എത്ര രൂപ വെച്ച് തരണം എന്നുള്ളത്. അതായത് ഒരു റെമ്യൂണറേഷൻ പോലെ നമ്മുടെ ഇൻകം പോയതുകൊണ്ട് ഒരു ഇൻകമായിട്ട് കമ്പനിയുടെ നമുക്ക് തരണം 1000 രൂപ, 500 രൂപ മുതലുണ്ട്, 1000, 2000, 4000, 5000, 6000 രൂപ വരെ ഡെയിലി കിട്ടുന്ന പോളിസികളുണ്ട്. അപ്പോൾ നമ്മൾ അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ ആ കമ്പനി പറയുകയാണ് നീ അഡ്മിറ്റ് ആയിട്ടുണ്ട്, എന്തിന് അഡ്മിറ്റായി, എങ്ങനെ അഡ്മിറ്റായി, ഇതൊന്നും കമ്പനിക്ക് അറിയണ്ട. ഇതൊരു സെപ്പറേറ്റ് പോളിസിയാണ്. നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസ് ഉള്ളവർക്കും ഇല്ലാത്തവർക്കും എടുക്കാവുന്ന പോളിസിയാണ്. ഇതൊരു സെപ്പറേറ്റ് പോളിസിയാണ്. ആ പോളിസിയിലെ കമ്പനി ചോദിക്കുന്നത് നിങ്ങൾ എന്ന് അഡ്മിറ്റായി, എന്ന് ഡിസ്ചാർജ് ആയി, ഇത് മാത്രമേ അവർ ചോദിക്കുകയുള്ളൂ. വേറെ ഡോക്യുമെൻറ്റേഷനൊക്കെ വളരെ എളുപ്പമാണ്. ഡിസ്ചാർജ് ആയ ഡേറ്റും അഡ്മിറ്റ് ആയ ഡേറ്റും മാത്രം കൊടുത്താൽ മതി. ഇപ്പോൾ ഡെയിലി നമുക്ക് എത്ര രൂപ വേണം നമ്മൾ തീരുമാനിക്കണം. ഇപ്പോൾ എൻ്റെ ബൈസ്റ്റാൻഡർക്ക് എനിക്ക് ഞാനൊരു 1000 രൂപ വെച്ച് കൊടുക്കാനാണ് തീരുമാനിച്ചെങ്കിൽ 1000 രൂപയുടെ പോളിസി എടുക്കുക. ഇപ്പോൾ ഒരു ആവറേജ് ഒരു 1000 രൂപ, അപ്പം 30 ദിവസത്തേക്കുണ്ട്, 60 ദിവസത്തേക്കുണ്ട്, 90 ദിവസമുണ്ട്, 180 ദിവസം വരെ. അതായത് 180 ദിവസം, 6 മാസം ഞാൻ കടന്നാലും ഓരോ ദിവസവും എനിക്ക് ഇത്ര രൂപ വെച്ച് തരുന്നു. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എനിക്കൊരു 30 ദിവസത്തെ മതി, 30 ദിവസത്തെ ഒരു പോളിസി മതിയെങ്കിൽ എനിക്ക് 1000 രൂപ വെച്ച് വേണമെന്ന് വിചാരിക്കുക. 1000 രൂപ വെച്ച് എനിക്ക് 30 ദിവസം കിട്ടണം എന്നാണ് ഞാൻ പറയുന്നതെങ്കിൽ എൻ്റെ ഏകദേശം ഒരു പ്രീമിയം ഒരു 1200 രൂപ ഒരു വർഷം എനിക്ക് ഡെയിലി 1000 രൂപ വെച്ച് 30 ദിവസത്തേക്ക് കിട്ടുന്നതിന് എൻ്റെ പ്രീമിയം 1200 രൂപ. ഇത് എന്തുകൊണ്ടാണ് ഏജൻസ് ഇത് കൂടുതൽ പറയാത്തതെന്ന് ചോദിച്ചാൽ, ഈ 1200 രൂപയ്ക്ക് കൂടിപ്പോയാലൊക്കെ കിട്ടുന്ന കമ്മീഷൻ എന്ന് പറഞ്ഞാൽ 70 രൂപ 80 രൂപ. പക്ഷേ സെയിം എഫോർട്ട് എടുക്കണം, ഒരു പോളിസി, സാധാരണ ഒരു പോളിസി എടുക്കുന്ന സെയിം എഫോർട്ട് എടുക്കണം. ഈ എഫോർട്ട് എടുത്തതിന് ശേഷം ഒരു വർഷം ഈ പറയുന്ന 70 രൂപ 80 രൂപയ്ക്ക് വേണ്ടി തന്നെ ആ വ്യക്തിയെ നമ്മൾ സർവീസ് ചെയ്യണം. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഏജൻസി ഇത് കൂടുതൽ പറയാത്തത്. പക്ഷേ ഏറ്റവും നല്ലൊരു പോളിസിയാണ് ഡെയിലി ക്യാഷ് പോളിസി എന്ന് പറയുന്നത്. വളരെ നിസ്സാര എമൗണ്ടേ ഉള്ളൂ, ഒരു 1200 രൂപ, 1200, 1300 ചിലവേ ഉള്ളൂ. അപ്പോൾ നമുക്കൊരു 1000 രൂപ, അത് 2000 ആക്കാം, 3000 ആക്കാം, 6000 വരെ നമുക്ക് കൊണ്ടുപോകാം.
അപ്പോൾ അത് നമ്മുടെ ഇഷ്ടമാണ്. അപ്പോൾ അതിനനുസരിച്ച് പ്രീമിയം കൂടുന്നേ ഉള്ളൂ. പക്ഷേ ഈ ഒരു ചെറിയ എമൗണ്ടിൽ ഡെഫിനറ്റ്ലി എല്ലാവർക്കും എടുക്കാൻ പറ്റുന്ന പ്രീമിയമേ ഉള്ളൂ. ഒരു വർഷം അത്രയല്ലേ ആവുന്നുള്ളൂ. അപ്പം ബൈസ്റ്റാൻഡറിന് കൊടുക്കേണ്ട ചിലവുകൾ ഇങ്ങനെ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. എന്താണ് പേഴ്സണൽ ആക്സിഡൻറ്റ് പോളിസി? അത് എടുക്കേണ്ടത് അത്യാവശ്യമാണോ? പേഴ്സണൽ ആക്സിഡൻറ്റ് പോളിസി ഇപ്പോൾ പലരും ചോദിക്കുന്നുണ്ട്, എനിക്ക് ഓൾറെഡി ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട്, പിന്നെ ഞാൻ എന്തിനാണ് ഒരു പേഴ്സണൽ ആക്സിഡൻറ്റ് പോളിസി എടുക്കുന്നത്? ആക്സിഡൻറ്റ് ഉണ്ടായാലും എൻ്റെ ഹെൽത്ത് ഇൻഷുറൻസ് കവർ ചെയ്യുമല്ലോ. ഡെഫിനറ്റ്ലി കവർ ചെയ്യും. ഹെൽത്ത് ഇൻഷുറൻസ് ഡെഫിനറ്റ്ലി പേഴ്സണൽ ആക്സിഡൻറ്റ് പോളിസി കവർ ചെയ്യും. പക്ഷേ പേഴ്സണൽ ആക്സിഡൻറ്റ് പോളിസി എടുത്ത് വെക്കുന്നതിൻ്റെ ഒരു ഗുണം, ഇപ്പോൾ പേഴ്സണൽ ആക്സിഡൻ്റ് ആയിട്ട് ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറയാം, ഞാനൊരു 50 ലക്ഷം രൂപ പേഴ്സണൽ ആക്സിഡൻറ്റ് പോളിസി കവറേജ് ഞാൻ എടുത്ത് വെച്ചേക്കുന്നത്. അപ്പോൾ എനിക്കൊരു ആക്സിഡൻ്റ് ഉണ്ടായി ഞാൻ അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ എൻ്റെ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനി എൻ്റെ ചികിത്സ ചിലവുകളൊക്കെ നോക്കിക്കോളും. പക്ഷേ ഞാനിതൊരു മരണപ്പെട്ട് കഴിഞ്ഞാൽ ഒരിക്കലും ഈ പറയുന്ന ഒരു എമൗണ്ട് ഒന്നും ഒരിക്കലും ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനി തരത്തില്ല. പക്ഷേ പേഴ്സണൽ ആക്സിഡൻ്റ് ആയിട്ട് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ഈ 50 ലക്ഷം രൂപ എൻ്റെ നോമിനിക്ക് കിട്ടും. ഇനി ഞാൻ മരിച്ചില്ല, എനിക്കൊരു പെർമനൻറ്റ് ഡിസബിലിറ്റി, പാർഷ്യൽ ഡിസബിലിറ്റി, ടെമ്പററി ഡിസബിലിറ്റി, എന്തെങ്കിലും ഡിസബിലിറ്റി ഉണ്ടെങ്കിലും എനിക്കൊരു നിശ്ചിത തുക എനിക്ക് വീട്ടിൽ കിട്ടും. അതുപോലെ തന്നെ എനിക്കിപ്പോൾ ഞാൻ മരണപ്പെട്ടു പോയി പക്ഷേ എനിക്ക് EMI ഉണ്ട്, ലോണുകളുണ്ട്. അത് ഹൗസിംഗ് ലോൺ ആയിക്കോട്ടെ, അങ്ങനെ എഡ്യൂക്കേഷൻ ലോൺ ആയിക്കോട്ടെ, ഈ ലോണുകളെല്ലാം കമ്പനി അടച്ചു തീർക്കും. ഇതൊന്നും ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികൾ ചെയ്യത്തില്ല. അപ്പോൾ നമുക്ക് എപ്പോഴും ഒരു ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ കൂടെ നിർബന്ധമായിട്ടും ഒരു കൂടെ കൊണ്ടുകൊണ്ടാണ് പേഴ്സണൽ ആക്സിഡൻറ്റ് ഇൻഷുറൻസ് പോളിസി. ഞാൻ ഈ പറഞ്ഞ പോലെ പേഴ്സണൽ ആക്സിഡൻറ്റ് പോളിസി എന്ന് പറയുന്നത് റോഡ് ആക്സിഡൻറ്റ് മാത്രമല്ല, എനി ടൈപ്പ് ഓഫ് ആക്സിഡൻറ്റ്, ബാത്റൂമിൽ തെന്നി വീണുള്ള ആക്സിഡൻ്റ് ആണ്, പട്ടി കടിച്ചാലും ആക്സിഡൻ്റ് ഉണ്ട്. അപ്പോൾ എനി ടൈപ്പ് ഓഫ് ആക്സിഡൻസിൽ നമുക്ക് കിട്ടും. ഇനി ഒരു എല്ലൊടിഞ്ഞ് പോയി കഴിഞ്ഞാൽ ഒരു ബൾക്ക് എമൗണ്ട് അതായിരുന്നു. ഇപ്പോൾ ഒരു 50 ലക്ഷം രൂപ പോളിസി എടുക്കുന്ന ഒരു എല്ലൊടിഞ്ഞ് പോയാൽ 10 ലക്ഷം രൂപ അതായിരുന്നു. പക്ഷേ അതിന് ചികിത്സാ ചിലവ് കൂടി പോയി കഴിഞ്ഞാൽ ഒരു 30,000 രൂപ ഉണ്ടാവുള്ളൂ. പക്ഷേ ആ 30,000 രൂപ ചിലവ് നമുക്ക് ഈ പറയുന്ന പേഴ്സണൽ ആക്സിഡൻറ്റ് പോളിസിയിൽ നിന്നും കിട്ടും. അല്ലെങ്കിൽ നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാം. കൂടാതെ നമുക്കൊരു അവയവം ഒടിഞ്ഞു പോയി കഴിഞ്ഞാൽ, അല്ല അവയവം മുറിഞ്ഞു പോയി കഴിഞ്ഞാൽ അതിന് കോമ്പൻസേഷൻ കിട്ടും, മരണപ്പെട്ടാൽ കിട്ടും. ഇനി വേറൊരു ഏറ്റവും രസകരമായ കാര്യം, നിങ്ങൾക്ക് എല്ലാവർക്കും വണ്ടികളുണ്ടാവും. ഇപ്പോൾ വണ്ടികളില്ലാത്ത വീട് കുറവാണ്. നോർമലി നിങ്ങളൊരു ഇൻഷുറൻസ് എടുക്കുമ്പോൾ, വണ്ടിയുടെ ഇൻഷുറൻസ് എടുക്കുമ്പോൾ PA കവർ എന്ന് പറഞ്ഞ സംഭവം എടുക്കുന്നുണ്ട്. PA കവർ എന്ന് പറയുന്നത് എന്താണ്? പേഴ്സണൽ ആക്സിഡൻറ്റ് കവറായിട്ട് നിങ്ങളൊരു 300, 400, 500 രൂപ നിങ്ങൾ എടുക്കുന്നുണ്ട്. ഇപ്പോൾ 2 വണ്ടിയുള്ള ഒരാളാണെന്ന് വിചാരിക്കുക. 2 വണ്ടി ഒരു വീട്ടിലുള്ള ആൾ, ഇപ്പോൾ എല്ലാം ഒരുമാതിരിപ്പെട്ട കാറും സ്കൂട്ടറും അല്ലെങ്കിൽ ബൈക്കില്ലാത്ത വീടുകളില്ല. അപ്പോൾ നിങ്ങൾ 2 വണ്ടിക്കും കൂടി നിങ്ങൾ 1000 രൂപ അടയ്ക്കുന്നുണ്ട്. ഓൺ ആവറേജ് കൂട്ടിയോ, ആവറേജ് നമ്മൾ 1000 രൂപ അടയ്ക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഞാൻ എൻ്റെ കാറിന് ഒരു പേഴ്സണൽ ആക്സിഡൻറ്റ് കവർ എടുക്കുന്നുണ്ട്, അതായത് ഇൻഷുറൻസ് എടുക്കുന്ന കൂട്ടത്തിൽ ഞാൻ തന്നെ എൻ്റെ വണ്ടി ഓടിച്ച് ഞാൻ തന്നെ പോയിടിച്ച് ഞാൻ തന്നെ മരണപ്പെട്ടാൽ മാത്രമേ എനിക്ക് കിട്ടുകയുള്ളൂ. എൻ്റെ ഡ്രൈവർ ഓടിച്ചുകൊണ്ട് പോയിട്ട് ഞാൻ മരിച്ചാൽ 5 പൈസ കിട്ടത്തില്ല. അപ്പോൾ 2 വണ്ടിയുള്ള ആൾ ഏതായാലും 2 വണ്ടിയും കൂടി ഒരുമിച്ച് ഇറങ്ങത്തില്ല. 2 വണ്ടി ഒരാൾക്ക് ഓടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈ 2 വണ്ടിയിൽ പോയിട്ട് ആക്സിഡൻ്റ് ഉണ്ടായാൽ മാത്രമേ ആ പൈസ കിട്ടുള്ളൂ. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ അത് എടുക്കാതിരിക്കുക ഓരോരുത്തർ ഇഷ്ടമാണ്. പക്ഷേ പേഴ്സണൽ ആക്സിഡൻറ്റ് പോളിസി വെളിയിൽ നിന്ന് എടുത്ത ആൾക്ക് പിന്നെ ഈ ഇൻഷുറൻസിന് ആവശ്യമില്ല. വണ്ടിയുടെ ഇൻഷുറൻസ് എടുക്കണ്ട, നിങ്ങൾക്ക് അവിടെ ലാഭിക്കാതെ. വെളിയിൽ നിന്നൊരു പേഴ്സണൽ ആക്സിഡൻറ്റ് പോളിസി എടുത്താൽ വണ്ടി ഇടിച്ച് മാത്രമല്ല ഏത് ടൈപ്പ് ഓഫ് ഡെത്തിനും കിട്ടും, ഏത് ടൈപ്പ് ഓഫ് ഡിസബിലിറ്റി എല്ലാത്തിനും കിട്ടും. വണ്ടി ഇടിച്ച് മരിച്ചാൽ എത്ര ലക്ഷം രൂപ, 15 ലക്ഷം രൂപ, 15 ലക്ഷം രൂപ കിട്ടുമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഞാൻ തന്നെ പോയി ഇടിക്കണം, ഞാൻ തന്നെ പോയി ഇടിച്ച് ഞാൻ തന്നെ മരിച്ചാൽ മാത്രമേ അത് കിട്ടത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേണേൽ വണ്ടിയുടെ ഇൻഷുറൻസ് സേവ് ചെയ്തിട്ട്, അപ്പോൾ വണ്ടിക്കാർ ചോദിക്കും, അപ്പോൾ നിങ്ങൾക്ക് ഇത് വേണ്ടേ? എനിക്ക് വെളിയിലുള്ളൊരു ഇൻഷുറൻസ് ഉണ്ട്, PA കവർ, അതായത് പേഴ്സണൽ ആക്സിഡൻറ്റ് കവർ എനിക്ക് ഉണ്ടെന്ന് കാണിച്ചാൽ മതി, അവർക്കത് പ്രശ്നമില്ല. അപ്പോൾ നിങ്ങൾക്ക് ആ പൈസ ലാഭിച്ചുകൊണ്ട് ആ പൈസ എടുത്ത് നിങ്ങൾ പേഴ്സണൽ ആക്സിഡൻറ്റ് പോളിസി മേടിച്ചാൽ നിങ്ങൾക്ക് ഇത്രയും ബെനിഫിറ്റ്സ് കിട്ടും. ഞാൻ പറഞ്ഞു, ലോൺ പോലും കമ്പനി അടച്ചു തീർക്കും നമുക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ. ഇത് നമുക്ക് ഉപകാരപ്പെട്ടില്ലെങ്കിൽ നമ്മുടെ നോമിനിക്കെങ്കിലും ഉപകാരപ്പെടും. പക്ഷെ നമുക്ക് ഉപകാരപ്പെടുന്ന എവിടെയാണ്? നമുക്കൊരു ഞാൻ പറഞ്ഞ പോലെ പെർമനൻറ്റ് ഡിസബിലിറ്റി വന്നു, പാർഷ്യൽ ഡിസബിലിറ്റി വന്നു, അങ്ങനെ പറയുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ, ഞാനിപ്പോൾ കമ്പനിയുടെ പേരൊന്നും പറയുന്നില്ല, ഏറ്റവും ജീവിച്ചിരിക്കുന്ന ഒരു ആക്സിഡൻറ്റ് പറ്റി ജീവിച്ചിരിക്കുന്ന വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയ സെറ്റിൽമെൻറ്റാണ്, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 5.4 കോടി രൂപ. വേറെ ആർക്കുമില്ല, ജഗദീഷ് ശ്രീകുമാറാണ്. എൻ്റെ എമൗണ്ട് കറക്റ്റായിട്ട് ഓർക്കുന്നില്ല, പക്ഷേ അതൊരു ആക്സിഡൻറ്റ് പോളിസി ആയിരുന്നു. ആ ആക്സിഡൻറ്റ് പോളിസിയിൽ നിന്ന് കിട്ടിയ ബെനിഫിറ്റാണത്. അപ്പോൾ നമ്മളുടെ അത്രയും കോടികളുടെ കവറേജ് ഇല്ലെങ്കിലും നമുക്ക് ആവശ്യമുള്ളൊരു കവറേജ് പേഴ്സണൽ ആക്സിഡൻറ്റ് പോളിസിയിൽ എടുത്തിട്ട് തന്നെയാണ് നല്ലത്.